മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. യേശു തലേന്നാൾ അനേക രോഗികളെയും ഭൂതഗ്രസ്തരെയും സൗഖ്യമാക്കി. ആകയാൽ അതിരാവിലെ തന്നെ ആ പ്രദേശത്തെ ജനം മുഴുവൻ യേശുവിനെ അന്വേഷിച്ചെത്തി. അവർക്കാവശ്യം രോഗസൗഖ്യമോ മറ്റു വിടുതലുകളോ ഒക്കെ ആയിരുന്നിരിക്കാം. അത് നൽകുവാൻ യേശുവിന് കഴിയുമെന്ന് തലേന്നാൾ അവർ കണ്ടതുമാണ്. ഇങ്ങനെ വിവിധ വിഷയങ്ങൾക്കായി ഇന്നും അനേകർ യേശുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. തന്നിൽ വിശ്വസിച്ചടുത്തു വരുന്നവരെ യേശു ഇന്നും നിരാശപ്പെടുത്താതെ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ പ്രയത്നങ്ങളും ആധുനിക വൈദ്യശാസ്ത്രവും ഒക്കെ പരാജയപ്പെടുന്നിടത്ത് യേശുവിന്റെ ദിവ്യശക്തിയാൽ വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ തന്നെയും ഇതിലെല്ലാം ഉപരി യേശുവിനെ അന്വേഷിക്കേണ്ട മറ്റനേകം ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. യേശുവിന്റെ ഉപദേശങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നതായി മാറേണ്ടതിന് തന്നെ അന്വേഷിക്കണം. പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ യേശുവിന്റെ ഉപദേശങ്ങൾ നമുക്ക് പകർത്താനായാൽ നാം ഭാഗ്യവാന്മാരാണ്. നമ്മെ ജീവിത വിജയങ്ങളിലേക്ക് നയിക്കാൻ അവ തികച്ചും മതിയായവയാണ്. സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചും സാമ്പത്തിക മേഖലകളെക്കുറിച്ചുമെല്ലാം യേശു പഠിപ്പിച്ചിരിക്കുന്നത് പോലെ മറ്റാരും ഉപദേശിച്ചിട്ടില്ല. അവ മനസ്സിലാക്കാനും അനുസരിക്കാനും തയ്യാറാകുന്നവർ വിജയം വരിക്കുന്നവരാകും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യജീവൻ പ്രാപിക്കുന്നതിന് യേശുവിനെ അന്വേഷിക്കുക എന്നതാണ്. അത് യേശുവിന് മാത്രമാണ് നൽകാനാവുക. യേശുവിനെ കണ്ടെത്തുമ്പോൾ നാം നിത്യജീവൻ കണ്ടെത്തുകയാണ്. യഥാർത്ഥ സന്തോഷം, സമാധാനം, സംതൃപ്തി ഇവയൊക്കെ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.